ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ തട്ടി തട്ടി പോയി. അവസാനം എന്റെ കെട്ടിന് ഒരു ഭ്രാന്ത് വന്ന്. അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കുക, ഇങ്ങനെ വെച്ചിരിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേട്ടാ അതാ ഇതാന്ന് ഇങ്ങനെ നിന്ന്. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും കണ്ണിക്കണ്ട ക്രീമുകളൊക്കെ വാരി തേച്ച് പണി വാങ്ങിയിരിക്കുകയാണ് ഉപ്പും മുളകും ഫാമിലിയിലെ പൊന്നു. അപ്പോൾ കുറച്ചു നാൾക്ക് മുന്നെയാണ് മൈ വേ ബൈ കല്യാണി കുറെ ക്രീമുകളൊക്കെ വാരി തേച്ച് പ്രൊമോഷനൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയും പിന്നെ അവസാനം ഹോസ്പിറ്റലിനെതിരെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുക. അത് എനിക്ക് അങ്ങനെ വന്നതാണ്, എനിക്ക് ഇങ്ങനെ വന്നതാണൊക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തു. അപ്പോൾ ഇതുപോലെ കണ്ണിക്കണ്ട ക്രീമുകളൊക്കെ വാരി തേച്ചിട്ട് അവസാനം പറയും അതാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും പറയത്തില്ല ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതാണ്, ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊമോഷൻ മാറി മാറി ഓരോ ക്രീമുകൾ തേക്കുന്നതാണെന്നൊന്നും ആരും പറയത്തില്ല. അപ്പോൾ എന്തായാലും കപ്പിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഡെയിലി മേക്കപ്പ് റൂട്ടീനും അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമുക്കത് ആദ്യം കണ്ടിട്ട് വരാം. റൊട്ടീൻ കണ്ടാലും അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ ആദ്യത്തെ പരിപാടി ഫേസൊക്കെ കഴുകി എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്ടായിട്ട്. കാരണം എൻ്റെ സ്കിന്നിന് കുറച്ച് റെഡിഷൊക്കെ ആയത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഇപ്പോൾ ഡോക്ടർ തന്ന മരുന്നാണ്, അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. അപ്പോൾ ഒന്നും തേച്ചിട്ടല്ല, നമ്മൾ ഓരോ സ്കിന്നിന് ഓരോ ടൈമിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ വന്നു പോയി ചെറിയ പ്രോബ്ലം, അതിപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. കണ്ണി കണ്ടത് വാരി തേച്ചിട്ടല്ല ഈ ഒരു സ്കിൻ കെയർ പ്രോബ്ലം വന്നിട്ടുള്ളത്. എന്നാൽ സമ്മതിച്ചു തരത്തില്ല, കാരണം പ്രൊമോഷൻ വീഡിയോ ആണ് പല ആൾക്കാർക്കും ചെയ്യുന്നത്. ഇവരുടെ മേക്കപ്പ് സെറ്റുകൾ കണ്ടാൽ തന്നെ അറിയാം മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നല്ല രീതിയിൽ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നന്നായിട്ട് അറിയാം. റൊട്ടീൻ കണ്ടാലും അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ ആദ്യത്തെ പരിപാടി ഫേസൊക്കെ കഴുകി എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്ടായിട്ട്. കാരണം എൻ്റെ സ്കിന്നിന് കുറച്ച് റെഡിഷൊക്കെ ആയത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഇപ്പോൾ ഡോക്ടർ തന്ന മരുന്നാണ്, അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. അപ്പോൾ ഒന്നും തേച്ചിട്ടല്ല, നമ്മൾ ഓരോ സ്കിന്നിന് ഓരോ ടൈമിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ വന്നു പോയി ചെറിയ പ്രോബ്ലം, അതിപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കളറാണ്. അതേപോലെ നല്ല ഒട്ടിക്ക് എടുക്കുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഒട്ടും തടിയൊന്നും കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരം കഴിയാതെ അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. കുളിച്ച് വന്ന് നിൽക്കണ കോലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോണർ അടിച്ചു കൊടുക്കും. ഇത് ഞാൻ PSCD ആണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നല്ലൊരു ഇവൻ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കാരണം നമുക്ക് മേക്കപ്പ് നന്നായി ലാസ്റ്റ് ചെയ്യാൻ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. അതാണ് സെറ്റായി വരുമ്പോൾ നമുക്ക് അടുത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഇന്നായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ്, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ മാത്രമല്ല അമ്മയാണെങ്കിലും കുഞ്ഞിനൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഫോറെവറിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഇടുന്നത്. ഈ ഒരു ബോട്ടിൽ മേടിച്ച് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം, കാരണം വളരെ കുറച്ച്. ശരിയാണ്, ഇപ്പൊ തന്നെ ഒരുപാട് ക്രീംസ് ഒക്കെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പറയണേ ഞാനൊന്നും ചെയ്യത്തില്ല, ഞാനൊന്നും പുറത്തുള്ള ക്രീമുകളൊന്നും തേക്കത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് തന്നെ പണി തരും, കാരണം ഫേസിലാണ് എല്ലാ ആൾക്കാരും ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കയ്യിലൊന്നും അല്ലല്ലോ. അപ്പൊ ഫേസ് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ആ ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ വലിയ ക്രീമുകൾ എടുത്ത് അടിച്ചുവിട്ടിട്ട് തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് വരുന്നത്. അങ്ങനെ അത് ഫേസ് ഫുൾ ഇട്ടതിൻ്റെ ശേഷം ഞാൻ ഇതായത് ഫേസ് സ്കാൻ്റെ കോമ്പാക്ട് ഇട്ടിട്ട് ഫേസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ഞാൻ ചില നേരത്ത് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അതായത് ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ പണ്ട് മേടിച്ചതാണ്, ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുമോയെന്ന് അറിയില്ല, കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഫേസ് സ്കാൻ്റെ ഐലൈനർ കൊണ്ട് ഇതിനകത്ത് കണ്ണെഴുതി കൊടുത്തതൊക്കെ. പിന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് വളരെ കുറച്ചിട്ടിട്ടുള്ളൂ, ഞാൻ തടി വെച്ചിട്ടുള്ളൂ. കവളിപ്പോൾ അത്യാവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫേസ് സ്കാൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്, നല്ല കളറാട്ടോ. ഇട്ടതൊന്നും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്ന് നമ്മൾ ലിപ്പ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏതിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയാണ്. പിന്നെ ലാക്മിയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മേക്കപ്പ് ആണ് തീർന്നിട്ടുണ്ട്. ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചാൽ നമുക്ക് 36 മണിക്കൂറോളം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാട്ടോ. പിന്നെ അതായത് ഒരു ബ്ലാക്ക് സാരിയാണ്, എനിക്ക് എല്ലാം മേടിച്ചു തരാറ് അവനിന്ന്. ഇന്നത്തെ ഈ പർച്ചേസിങ്ങിന്റെ പിന്നിലും അവൻ തന്നെയാണ് ആള്. അപ്പൊ അത് ആദ്യം തന്നെ എടുക്കുന്ന ഒരു പെർഫ്യൂം ആണ്. സത്യം പറഞ്ഞ ഇതിന്റെ മണം എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാട്ടോ. സത്യം ഇവരൊക്കെ തേക്കുന്ന കണ്ടിട്ടാണ് പല ആൾക്കാരും മേടിക്കുന്നത്. അവർ വിചാരിക്കും ഇവരൊക്കെ തേക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, അപ്പൊ പിന്നെ നമുക്ക് തേക്കാം. പക്ഷെ ഓരോ ആൾക്കാർക്കും ഓരോ സ്കിൻ ടോൺ ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഒന്നുകിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറിന്റെ കുറിപ്പോട് കൂടി നമുക്ക് ഏത് സ്കിൻ ടോൺ ആണ് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്യാം. ഇതല്ലാണ്ട് കണ്ണി കണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് തേക്കും, കാരണം പ്രൊമോഷൻ കിട്ടുന്ന ക്രീമുകൾ തേക്കും. അല്ലാണ്ട് ഫേസിൽ എന്തൊക്കെ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റും അതെല്ലാം അപ്ലൈ ചെയ്യും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, ഫേസിൽ ഒരുപാട് പാടുകളും പിന്നെ കുത്തുകളും പിന്നെ തടുപ്പ് പോലെയൊക്കെ കുറെ കാര്യങ്ങൾ വരും. അതൊക്കെ ഈ ഒരു അലർജിയുടെ മൂലം വരുന്നതാണ്, അല്ലാണ്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ വരത്തില്ല. അപ്പൊ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കും തോറും ഇങ്ങനത്തെ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും.
ആദ്യം തന്നെ എടുക്കുന്ന ഒരു പെർഫ്യൂം ആണ്. സത്യം പറഞ്ഞ ഇതിന്റെ മണം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. കാരണം അവൻ മണത്തെ നോക്കി അവന് ഇഷ്ടപ്പെട്ടു, അവൻ മേടിച്ചു. ഏതോ ഞാൻ മാത്രം അടിക്കാൻ പാടൂ എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. ഞാൻ സാധാരണ അവന്റെ വല്ല പെർഫ്യൂം എടുത്ത് അടിക്കുന്ന ഒരാളാണ്. ഇനി അങ്ങോട്ട് അത് വേണ്ടെന്ന് പറഞ്ഞാട്ടാ. പിന്നെ എന്റെ ഫേവറേറ്റ് പ്ലമ്മിന്റെ ബോഡി ലോഷൻ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല മോയ്സ്ചറൈസിംഗും ആണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ ഇത് എന്റെ ഒരു ഇഷ്ടത്തിന് മേടിച്ചതാണ്. ഈ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ എന്റെ ഇഷ്ടത്തിന് മേടിച്ചത്. അടുത്ത് ഞാൻ എടുക്കുന്ന ഒരു സെറാണ്. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ. ഇത് അവൻ ചോദിച്ച് നല്ലതെന്ന് പറഞ്ഞിട്ട് തന്നെ മേടിച്ച സെറാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിന്റെ ശേഷം ഇതിന്റെ എല്ലാം വീഡിയോ ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ ആണ്, ഇതും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ മേടിച്ച എല്ലാ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് റൈസർ ആണ്. അത് കാർമസിയുടെ മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ ഒരുപാട് ബ്രാൻഡിന്റെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർമസിയുടെ ആയിരുന്നു. ഞാൻ കാർമസിയുടെ തന്നെയായിട്ട് മേടിക്കാറ്. അടുത്ത് ഞാൻ മേടിച്ച ഒരു ഫേസ് സ്ക്രബാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ടാനും കാര്യമൊക്കെ മാറി ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ മേടിച്ച ഒരു ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെറാണ്. ഇത് അവർ എൻ്റെ സ്കിൻ കണ്ടിട്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്തൊന്നുകൂടി നല്ലതായിരിക്കും എന്നിട്ട് മേടിച്ചതാണ്. ഇതൊക്കെ എൻ്റെ പരിപാടിയായിട്ട്. പക്ഷേ ഇതേ ഒരു പ്രൊഡക്റ്റ് മാത്രം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. പക്ഷെ അവർ പറഞ്ഞത് നല്ലതാണ്, ഒരുപാട് പേര് മേടിക്കുന്നുണ്ടെന്ന് കേട്ടോ. പിന്നെ മേടിച്ചത് ആ ഫേസ് സ്കാനർ ഒരു ലിപ് ബാം ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതിന് നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് സ്കാനിൻ്റെ ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ഒരു ലിപ് ലൈനറും മേടിച്ചു. അതും ഫേസ് സ്കാനറുടെയാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിട്ടുന്നതിൻ്റെ മൊത്തം ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് മേടിക്കുന്നത്. പക്ഷേ എൻ്റെ ബില്ല് വന്നപ്പോൾ ഞാൻ തല കറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം രൂപയ്ക്കുള്ള ഐറ്റംസ് ആകുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം അങ്ങനെ 2 കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരിലിരിക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ തയ്ക്കേണ്ട പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇന്നത്തെ സാർ ചോദിച്ചു ബാക്കി എല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കി. ബാക്കി എല്ലാം അടിപൊളിയാണ്. എനിക്ക് ആ സാറത്തിന് അഭിപ്രായം മാത്രമേ അറിയാത്തുള്ളൂ. അപ്പൊ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ലിങ്ക് വീഡിയോയുടെ മേളിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കും. എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എല്ലാവരും അവരവരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട്, അതായത് ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ക്രീമുകൾ പുരട്ടുക. അല്ലാണ്ട് കണ്ണിൽ കാണുന്ന എല്ലാം പ്രൊമോഷനാണ്, അതാണ് മറ്റതാണ് മറിച്ചാണ് എന്ന് പറഞ്ഞ് തേച്ചുകൊണ്ടിരുന്നാലും അത് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നാലും അവസാനം സ്വന്തം മുഖത്തായിരിക്കും പണി കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ക്രീമുകളുടെ പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് സത്യങ്ങളും ബോധിപ്പിച്ചിട്ടാണ് അവർ വീഡിയോസ് ഒക്കെ ചെയ്യും. കാരണം എല്ലാ ആൾക്കാരും വിശ്വസിക്കും, ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ചുറ്റുപാടുള്ളത്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ നിങ്ങൾ ഇടുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താ ഇടാൻ പറ്റാത്തത്, അപ്പൊ അവർക്കും പറ്റും എന്നുള്ള രീതിയിൽ അവർ പിന്നെ അവസാനം ആ ഒരു ക്രീം മേടിച്ച് തേക്കും. പക്ഷെ അവരുടെ സ്കിൻ ടോണിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം അവർക്കും അറിയത്തില്ലായിരിക്കാം, ഇവർക്കും അറിയത്തില്ല. കാരണം സ്വന്തം സ്കിൻ ടോൺ ഏതാണ് എന്നുള്ളൊരു ബോധം പോലും ഇപ്പോഴും ഇല്ല. കണ്ണിൽ കാണുന്ന ക്രീമുകളൊക്കെ വാരി തേക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. പ്രൊഡക്റ്റ് ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം തന്നെയാണ് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസിൽ വരുന്നത്. അത് സാധാരണ ജനങ്ങൾക്ക്, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സാധാരണ ജനങ്ങൾക്കും അറിയാം, പിന്നെ അല്ലാണ്ട് നിങ്ങൾ നോക്കുന്ന ഡോക്ടർമാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിന് പുറത്തേക്ക് പറയേണ്ട കാര്യമില്ല. എന്നാലും സമ്മതിച്ചു കൊടുക്കത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ്, നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസിൽ വന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു വർഷം മുന്നേ വരെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ എൻ്റെ ഫേസിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വർഷത്തിന് ശേഷം എനിക്ക് ചൂടടിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ, ഭയങ്കര റെഡിഷ് ആണോ പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതായത് പ്രത്യേകിച്ച് അതിന് വരാനുള്ള കാരണം ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നില്ല. നോർമൽ ആയിരിക്കും. ഇപ്പൊ മുഖക്കുരു വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ തട്ടിപ്പോയി. അവസാനം എന്റെ കെട്ടിന് ഒരു പ്രാന്ത് വന്ന്. അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം, ഇങ്ങനെ വെച്ചിരിക്കരുത് പറഞ്ഞിട്ട്. ഇല്ലാട്ടാ അതാ ഇതാന്ന് ഇങ്ങനെ നിന്നിട്ട് അവസാനം എന്തായാലും അല്ല ആസ്റ്ററിലെത്തിയപ്പോ അച്ചു കാർട്ടൂന്റെ അടുത്തുണ്ട്. പൊന്നിനോട് പൊന്നു വാ ഡോക്ടറെ കാണാം. എന്നിട്ട് നേരെ പോയിട്ട് ഡോക്ടറെ കണ്ടു. അല്ലേ, ഡോക്ടറെ കണ്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റായി. ഇപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലാണ്. ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്റെ ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത്. കല്യാണം പറയുന്നത് എനിക്ക് അവിടെ കുത്തുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ കുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നിട്ടില്ലേ. അപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പറയണം. നിങ്ങളുടെ പ്രൊമോഷൻ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ മേടിക്കുന്നുണ്ട്. ഓരോ സ്കിൻ ടോണിനും അനുസരിച്ചിട്ടുള്ള ക്രീമുകളാണ് ഉപയോഗിക്കാനുള്ളത്. ഇതിപ്പോ പലതും വാരി കൂട്ടി തേച്ച് കയ്യിൽ കിട്ടുന്നതും കാണാത്തതും ഒക്കെ എടുത്ത് അങ്ങോട്ട് തേക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് പ്രൊമോഷൻ കിട്ടും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെപ്പോലെയുള്ള കുറെ ആൾക്കാർ ഇതുപോലെ കണ്ടതും കാണാത്തതും ഒക്കെ ക്രീംസുകൾ തേക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർക്കും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കാരണമാകുന്നുണ്ട്. അപ്പൊ അവര് ഇത് തേക്കും. കാരണം വെച്ചാൽ അവർക്കറിയില്ലല്ലോ ഇന്ന ക്രീം തേച്ചാൽ എനിക്ക് പ്രശ്നമാകുന്നു. ഓരോ ആൾക്കാർക്കും ഓരോ സ്കിൻ ടോണാണ്. അപ്പൊ ഓരോ ആൾക്കാർക്കും ആ ഒരു സ്കിൻ ടോണിനുള്ള പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യാനുള്ളത്. ഇത് യൂസ് ചെയ്ത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കാണ് ഇതുപോലുള്ള സ്കിന്നിൽ പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ വരാം. ടാറ്റ.